എല്ലാവർക്കും നമസ്കാരം. നമ്മുടെ സബ്സ്ക്രൈബറായ ശ്രുതി വേണുവിൻ്റെ റിക്വസ്റ്റും പ്രകാരമുള്ള ഒരു സിമ്പിൾ ടിപ്പായിട്ടാണ് ഞാനിന്ന് വന്നിരിക്കുന്നത്. എട്ടുകാലിനെ ഓടിക്കാനുള്ള വല്ല വഴിയുണ്ടോ, വീട് മുഴുവൻ മാറാലെന്നറിയണു എന്നുള്ളതായിരുന്നു റിക്വസ്റ്റ്. അപ്പോൾ നമ്മൾ എത്രമാത്രം മുക്കുമൂലയൊക്കെ അടിച്ചാലും എട്ടുകാലിനെ നശിപ്പിച്ചില്ലെങ്കിൽ എട്ടുകാലി പിന്നെയും വല കെട്ടിക്കൊണ്ടിരിക്കും. അപ്പോൾ വളരെ ഈസി ആയിട്ട് നമുക്ക് എട്ടുകാലിനെ കൊല്ലാൻ സാധിക്കും, അതും നമ്മുടെ വീട്ടിലുള്ള ഒരു സംഭവം വെച്ചിട്ട്. അപ്പോൾ അതെങ്ങനെയാണെന്ന് നമുക്ക് നോക്കാം. ഞാൻ സാധാരണ ആപ്പിൾ സിഡർ വിനീഗർ ഉപയോഗിച്ചിട്ടാണ് എട്ടുകാലിനെ കൊല്ലാറുള്ളത്. ഈ ആപ്പിൾ സിഡർ വിനീഗർ നമുക്ക് ഹോം മെയ്ഡായിട്ട് വീട്ടിൽ തന്നെ ഉണ്ടാക്കാൻ വളരെ എളുപ്പത്തിൽ ഉണ്ടാക്കാൻ സാധിക്കും. അതും വളരെ 2 ആപ്പിൾ വെച്ചിട്ട് മതി. അതായത് നമ്മൾ 2 ആപ്പിൾ എടുത്തിട്ട് കട്ട് ചെയ്തിട്ട് ഒരു ചില്ലിൻ്റെ ബൗളിലോ ജാറിലോ ഇട്ട് അതിൽ ഈസ്റ്റും പഞ്ചസാരയും ഇട്ട് അടച്ച് നമുക്കൊരു 21 ദിവസത്തിന് ശേഷം എടുത്തു കഴിഞ്ഞാൽ നല്ല അടിപൊളി ആപ്പിൾ സിഡർ വിനീഗർ കിട്ടും. ഇതിൻ്റെ ലിങ്ക് ഞാൻ ഇതിൻ്റെ കൂട്ടത്തിൽ തന്നെ ഇടാം. അപ്പോൾ അത് കാണാത്തവർ ദയവായി കാണണം, ഇതൊന്ന് ട്രൈ ചെയ്യണം. ഇത് മാത്രമല്ല കേട്ടോ, ഇതിൻ്റെ ഗുണങ്ങളെ പറ്റിയിട്ട് ഞാനൊരു വീഡിയോ ഇട്ടിരുന്നു, അതും ദയവായി കാണണം. അപ്പോൾ നമ്മൾ ഈ ആപ്പിൾ സിഡർ വിനീഗർ ഉണ്ടാക്കി ഒരു 21 ദിവസം അല്ലെങ്കിൽ 15 ദിവസത്തിന് ശേഷം നമ്മൾ എടുത്തിട്ട് നന്നായിട്ട് അരിക്കണം. അരിച്ചതിന് ശേഷം നമ്മളത് തെളിയാനായിട്ട് വെക്കണം. അതിൻ്റെ തെളിയാണ് നമ്മൾ കഴിക്കാനായിട്ട് എടുക്കുക. ബാക്കി അതിൻ്റെ മട്ട് വരില്ല, അതായത് അടിയിലത്തെ വേസ്റ്റ്, അത് നമ്മൾ സാധാരണ ഇങ്ങനെ നമ്മളുടെ എട്ടുകാലിനെയൊക്കെ കൊല്ലാനായിട്ട് ഉപയോഗിക്കണം. അങ്ങനെ നമ്മൾ ആപ്പിൾ സിഡർ വിനീഗർ തയ്യാറാക്കിയിട്ട് അതിൻ്റെ തെളി മാറ്റിയിട്ടുള്ള മട്ടാണിത്. അപ്പോൾ ഇത് വെച്ചിട്ടാണ് നമ്മൾ ഇന്ന് എട്ടുകാലിനെ കൊല്ലണത് എങ്ങനെയാണെന്ന് കാണിക്കുന്നത്. വീട്ടിൽ ആപ്പിൾ സിഡർ വിനീഗർ തയ്യാറാക്കിയിട്ടില്ലാത്തവർ കടയിൽ നിന്ന് വാങ്ങിക്കാൻ കിട്ടും. അത് വെച്ചിട്ടായാലും എട്ടുകാലിനെ കൊല്ലാനായിട്ട് സാധിക്കും. പക്ഷേ ഇങ്ങനെ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ആപ്പിൾ സിഡർ വിനീഗർ കഴിക്കും ചെയ്യാം, അതിൻ്റെ വേസ്റ്റ് കൊണ്ട് എട്ടുകാലിനെ കൊല്ലാനും പറ്റും. അപ്പോൾ നമുക്ക് ഇത് കൊല്ലാനായിട്ട് ഒരു സ്പ്രേയർ ആവശ്യമാണ്. നമുക്കതിനായിട്ട് ഒരു സ്പ്രേ ബോട്ടിൽ എടുത്തതിന് ശേഷം അതിലേക്ക് ഈ ആപ്പിൾ സിഡർ വിനീഗർ ആഡ് ചെയ്യാം. ഇതിൻ്റെ മട്ടായതുകൊണ്ട് ഇതിലേക്ക് കുറച്ചും കൂടെ വെള്ളം ആഡ് ചെയ്തിട്ട് വേണം നമ്മൾ അടിക്കാനായിട്ട്. അപ്പോൾ നമ്മളിതിലേക്ക് ആപ്പിൾ സിഡർ വിനീഗറൊക്കെ ആഡ് ചെയ്ത് കഴിഞ്ഞു. ഇനി നന്നായിട്ട് ടൈറ്റ് ചെയ്ത് അടിക്കണം. അതിന് ശേഷം എട്ടുകാലി എവിടെയുള്ളതെന്ന് വെച്ചാൽ അതിൻ്റെ മേലേക്ക് നമ്മളിത് അടിച്ചു കൊടുക്കണം. ഇനിയിപ്പോൾ അതല്ല, എട്ടുകാലിനൊന്നും കാണാനില്ല, വല മാത്രമേ ഉള്ളൂ എങ്കിൽ ആ വലയില്ലാതെ നമ്മളിത് നന്നായിട്ട് അടിച്ചു കൊടുത്തു കഴിഞ്ഞാൽ ആ വല നശിക്കുമെന്ന് മാത്രമല്ല, ഇതിൻ്റെ മണം കേട്ട് കഴിഞ്ഞാൽ ആ എട്ടുകാലി ആ പരിസരത്തേക്ക് പോലും വരില്ല. അപ്പോൾ ഇത് നന്നായിട്ട് അടിച്ചു കൊടുത്താൽ അപ്പം തന്നെ ആ ഓൺ ദ സ്പോട്ടിൽ തന്നെ എട്ടുകാലി ചാവുക. നിങ്ങൾക്കിത് ചെയ്യണത് കാണാവുന്നതാണ്. കണ്ടല്ലോ, നമ്മളിത് സ്പ്രേ ചെയ്ത സമയത്ത് തന്നെ എട്ടുകാലി ചത്തുപോയത്. ഇനി നമുക്ക് ഈ ഭാഗം ഒന്ന് തുടച്ച് വൃത്തിയാക്കാം. ഇത് കറിയൊന്നും പിടിക്കാതിരിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മളിത് തുടച്ച് വൃത്തിയാക്കുന്നത്. അടുത്തതായിട്ട് ഞാൻ നിങ്ങൾക്ക് പരിചയപ്പെടുത്തുന്നത് യൂക്കാലിപ്സ് ഓയിലാണ്. ഈ യൂക്കാലിപ്സ് ഓയിൽ ഡൈലൂട്ട് ചെയ്ത് വേണം നമ്മൾ ഉപയോഗിക്കാനായിട്ട്. ഇത് കേരള ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ അവിടെ നിന്നാണ് നമ്മൾ വാങ്ങിയിരിക്കുന്നത്. അപ്പോൾ അത് അവിടെ നിന്ന് നമുക്ക് കടയിലേക്ക് കൊണ്ടുവന്ന് തരും. അപ്പോൾ അന്നേരം നമ്മൾ സ്ഥിരമായിട്ട് വാങ്ങണതാണ്. ഇത് എട്ടുകാലിനെ ഓടിക്കാൻ മാത്രമല്ല, നമ്മൾ തറ തുടയ്ക്കുന്ന വെള്ളത്തിലുണ്ടല്ലോ, ഇത് 1-2 തുള്ളി ഒഴിച്ചതിന് ശേഷം തുടച്ച് കഴിഞ്ഞാൽ ഈച്ചകളൊന്നും വരില്ല, പ്രാണികളൊന്നും വരില്ല. മാത്രമല്ല നല്ലൊരു മണം തന്നെ ഉണ്ടാവും. പിന്നെ നമ്മൾ ആവി പിടിക്കുന്ന സമയത്ത് അതിലേക്കും ഒരൊറ്റ ഒഴിച്ച് ആവി പിടിച്ചാൽ വളരെ സുഖമാണ്. അപ്പോൾ ഇത് എങ്ങനെയാണ് നമ്മൾ എട്ടുകാലിനെ കൊല്ലാനായിട്ട് ഉപയോഗിക്കണതെന്ന് നോക്കാം. അപ്പോൾ ഇത് തുറന്ന് കഴിഞ്ഞാൽ ഇതിൽ കണ്ടു ഇങ്ങനെ ഒരു ഒരു മൂടി കൊണ്ട് ഉണ്ട് അടിയിൽ. അപ്പോൾ നമ്മളൊരു സേഫ്റ്റി പിന്നോ മറ്റോ വെച്ചിട്ട് ഇതൊന്ന് ജസ്റ്റ് ഒന്ന് പൊത്താക്കണം. അങ്ങനെ പൊത്താക്കിയതിന് ശേഷം നമ്മൾ ഒരു കപ്പിൽ വെള്ളം എടുത്തിട്ട് അതിലേക്ക് 1-2 തുള്ളി ആഡ് ചെയ്യണം. അപ്പോൾ അങ്ങനെ ഒഴിച്ച് കഴിഞ്ഞാൽ അതിൻ്റെ മേലെ ഒരു പാട പോലെ ഇതിങ്ങനെ നിൽക്കും. നല്ല മണമാണ് ഇതിനൊരു പ്രത്യേക മണം. ഒരു തുള്ളിയൊക്കെ ഒഴിച്ചാൽ മതി, നമുക്ക് നല്ല റിസൾട്ടാണ് ഇതിന് കിട്ടുക. ഇനി നമ്മളിതൊരു സ്പ്രെയറിലേക്ക് ഒഴിച്ചതിന് ശേഷം എട്ടുകാലിയുടെ മേലേക്ക് അടിച്ചു കൊടുക്കുകയാണെങ്കിൽ എട്ടുകാലി ചാവുന്നതായിരിക്കും. ഇനിയിപ്പോൾ എട്ടുകാലി കണ്ടില്ല, അതിൻ്റെ വലയാണുള്ളെങ്കിൽ അതിലേക്ക് അടിച്ചാലും മതി. പിന്നീട് ആ മണം കേട്ടിട്ട് എട്ടുകാലി അവിടേക്ക് വരില്ല. അങ്ങനെ കുറച്ച് നാൾ ഇതിങ്ങനെ ചെയ്ത് കഴിഞ്ഞാൽ എട്ടുകാലി തീർച്ചയായിട്ടും നശിച്ചു പോകും. അപ്പോൾ പിന്നെ നമുക്ക് എട്ടുകാലിയുടെ ഉപദ്രവം യാതൊന്നും ഉണ്ടാവില്ല. പിന്നെ ഇത് മാത്രമല്ല കേട്ടോ, കർപ്പൂര തുളസി എണ്ണയും അതുപോലെ വേപ്പെണ്ണയൊക്കെ ഇതുപോലെ തന്നെ അടിച്ചു കഴിഞ്ഞാൽ എട്ടുകാലിയുടെ ഉപദ്രവം ഉണ്ടാവില്ല. അപ്പോൾ നിങ്ങൾക്ക് ഈ 4 ടിപ്പ് ഉപകാരപ്രദമാവും. നിങ്ങൾ ഏതെങ്കിലും ഒരെണ്ണം ഇതിൽ തീർച്ചയായിട്ടും പരീക്ഷിക്കണം. ഞാൻ സ്ഥിരമായിട്ട് ചെയ്യണത് ആപ്പിൾ സിഡർ വിനീഗർ ഉപയോഗിച്ചിട്ടുള്ളതാണ്. അപ്പോൾ അതിൻ്റെ നമുക്ക് ആ മട്ട് മതി ഇതൊക്കെ ചെയ്യാനായിട്ട്. അതുപോലെ തന്നെ യൂക്കാലിപ്സ് ഓയിൽ നല്ലതാണ്. അത് നമ്മൾ അടിച്ചു കഴിഞ്ഞാൽ വീട്ടിൽ നല്ലൊരു മണമാണ് ഉണ്ടാവുക. ജലദോഷം മൂക്കടപ്പൊക്കെ ഉള്ളവർക്ക് ഈ യൂക്കാലിപ്സ് ഓയിൽ ഒരു ഡ്രോപ്പ് ഒഴിച്ചിട്ട് ആവി പിടിക്കുന്നത് ഒത്തിരി നല്ലതാണ്. അപ്പോൾ നിങ്ങളിത് ഏതെങ്കിലും ഒന്ന് പരീക്ഷിച്ച് കഴിഞ്ഞാൽ തീർച്ചയായിട്ടും എട്ടുകാലി കൊണ്ടുള്ള ശല്യം തീരും. നിങ്ങളുടെ വീട്ടിൽ എട്ടുകാലി വല കെട്ടണം എന്നുള്ള ബുദ്ധിമുട്ടും മാറിക്കിട്ടും. അപ്പോൾ ഇതെല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. സബ്സ്ക്രൈബ് ചെയ്യാത്തവർ ദയവായി സബ്സ്ക്രൈബ് ചെയ്യണം, ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം.
നിങ്ങൾക്കിതുമായി ബന്ധപ്പെട്ട എല്ലാ അഭിപ്രായങ്ങൾക്കും നിർദ്ദേശങ്ങൾക്കും താഴെ കമൻറ്റ് ചെയ്യാവുന്നതാണ്. അല്ലെങ്കിൽ മെയിൽ ID യിലേക്ക് മെയിൽ ചെയ്താലും മതി. നന്ദി, നമസ്കാരം.